ഹലോ ഗെയിമേഴ്സ്, അങ്ങനെ നമ്മളും വന്നിരിക്കുകയാണ്. സാധാരണ എല്ലാവരും പറയാറുള്ളത് പോലെ എനിക്ക് വെൽക്കം ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു പുതിയ ചാനലാണ്. പിന്നെ ഈ ചാനലിൽ ആരും പ്രോ ലെവൽ കളിയൊന്നും പ്രതീക്ഷിക്കരുത്. തലങ്ങും വിലങ്ങും ചാവൽ, എൻ്റെ കൂടെ കളിക്കുന്നുണ്ട് പൊട്ടത്തരം, പിന്നെ ലാസ്റ്റ് കളി തോറ്റ് കഴിയുമ്പോൾ നെറ്റിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്ന ആത്മാർത്ഥത, ഇതൊക്കെയായിരിക്കും ഇവിടുത്തെ മെയിൻ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയും കളിക്കുന്ന എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമിൻ്റെ പേരാണ്. എല്ലാവരും റെഡി ആണെങ്കിൽ നേരെ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് നമുക്ക് നേരെ പോകാം. സോ ഗൈസ്, വി ആർ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൂടെ കളിക്കാൻ ഇന്ന് നൂഡി എന്ന് പറഞ്ഞ ഒരു പൊട്ടനുണ്ട്. പക്ഷേ ആ പൊട്ടൻ ഇപ്പോൾ വരില്ല. അല്പം നേരത്തിനുള്ളിൽ നൂഡി ഇവിടെ എത്തുന്നതായിരിക്കും. പക്ഷേ ഞാൻ സ്പോണായ സ്ഥലം എന്ന് പറയുന്നത് ഏതൊരു പാതാളത്തിലാവുന്ന സ്പോണായത്. ഇവിടെ 3 മരം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അങ്ങ് ദൂരത്ത് ഞാനൊരു സംഭവം കാണുന്നത്. കണ്ടോ, ആമയൊക്കെ പോകുന്നുണ്ട്, 2 ആമകളുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നൂഡി അല്പം നേരത്തിനുള്ളിൽ ഇവിടെ എത്തുന്നതായിരിക്കും. നൂഡിയും കൂടെ വന്നിട്ട് വേണം നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പരിപാടികൾ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ദി മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ്. ഇത് എപ്പിസോഡ് 1 ആണ്. ഇതേപോലത്തെ കുറേ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നൂഡി ഇപ്പോൾ അല്പം നേരത്തിനുള്ളിൽ വരും. അപ്പോഴത്തേക്കും സ്കിപ്പ്. സോ ഗൈസ്, ഏതാണ് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നൂഡി ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നൂഡി? നീ എന്താ ഇതിൻ്റെ മണ്ടയിലൊക്കെ? അതാണ്ട് ഞാൻ പെണ്ണാണെന്ന് നീയാണോ പറയണ്ടേ? എന്നെ അണ്ണന്നൊന്നും വിളിക്കണ്ട, എന്നെ വേറെന്തേലും വിളിച്ചോ. അണ്ണൻ നീ എന്താ തമിഴിൽ നിന്ന് വന്നാണോ? അണ്ണൻ പോട്ടെ. നൂഡി, ഈ മരം വെട്ടിയാലേ നമ്മളാ പ്ലാനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എന്ത് പ്ലാനാണോ? ബെസ്റ്റ്. നമ്മുടെ ബോട്ട് ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ ഐലൻഡിലേക്ക് പോന്നേ. അപ്പുറത്തെ ഐലൻഡ് ഉണ്ടോ? എന്താണ്ടേ അവിടെ? എന്താ അവിടെ? ഇതല്ല ഐലൻഡ്, പോട്ടം തന്നെ. അതാ ഐലൻഡ്. അത് എന്താണ് ഇത്? കുറച്ച് ബുദ്ധിയൊക്കെ വേണം. എൻ്റെ കയ്യിൽ നോക്കാം 15 മരം ഇവിടെ വെക്കുക. ഞങ്ങൾക്ക് ബോട്ട് ഉണ്ടാക്കാൻ എന്നെ എക്സോസ് കളിക്കുന്ന സാധനം. ഓക്കെ, ഇതാ ബോട്ട്. നല്ല സന്തോഷ വാർത്ത. ബോട്ടിന് മറ്റേ സംഭവം വേണമെന്ന്. തൂമ്പ ഉണ്ടാക്കി. പോയി ബോട്ട് ഉണ്ടാക്കാം. ഒരു ബോട്ടിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റൂലേ? അപ്പം നമുക്കിത് ആര് പറഞ്ഞു? അണ്ണൻ സീറോയാ, ഞാനാണ് ഹീറോ. ഓക്കെ, നമ്മുടെ ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെടുത്ത് ഇവിടെ വെക്കുക. ഒരെണ്ണം അണ്ണനും ഒരെണ്ണം എനിക്കും. കേറണ്ണ എന്താണ്? ഞാൻ അപ്പുറത്ത് എത്തൂട്ടോ പോകാൻ മിക്കാറും. വീടുണ്ടാക്കണ്ടേ? താൻ പുറത്തിരുന്ന്. ഇത് ചെറിയ ഐലൻഡാണോ? അത് സാരില്ല, ആകെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്കിത് മതി, സോംബീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. എമർജൻസി ഐലൻഡ് അല്ലേ? പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ഏതെങ്കിലും നല്ല ഐലൻഡ് കണ്ടുപിടിക്കാം. അവിടെ പോയി പാർക്കാം. ഇവിടെ ഇതൊരു വൈബില്ലാത്ത ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വരും. നിങ്ങൾ വേൾഡ് കപ്പിൽ ഏതാ ടീം? അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. അണ്ണൻ ഏതാ? ഫ്രാൻസോ? ഗൈസ്, നൂഡി ആദ്യം പോർച്ചുഗലായിരുന്നു കേട്ടോ. പോർച്ചുഗൽ ഇപ്പോൾ തോറ്റത് കൊണ്ട് പോർച്ചുഗലിൽ നിന്ന് ഫ്രാൻസിലേക്ക് മാറുകയെന്നാണ് പറഞ്ഞത്. എൻ്റെ പുറകിലോ? ഇതെന്നാ നൂഡി ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ഇതെന്താ സംഭവം? ബബിൾസ് വന്നിരിക്കുന്നു. ഇതെന്തോ വലിയ സംഭവം കേട്ടോ, ബബിൾസ് ഒക്കെ. നോക്ക്,
താഴേക്ക് നോക്കട്ടെ. പൂക്കളോ ഇതെന്തത് സംഭവം? എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ വലിയ കാര്യമായിട്ടുള്ളത് സംഭവം. ഇപ്പൊ ഞാൻ ചെത്തുപോയേ. നൂടി ലെഫ്റ്റായി. കടികളെ അപ്പോൾ നമുക്ക് രാവിലെ ആകുന്നവരെ സ്കിപ്പ്. ഗൈസ് രാവിലെ ആയി വരുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ കുറേ ആൾക്കാരെ കൊന്നു, കുറേ ആൾക്കാരെ തീർത്തു. ഇവിടെ ഒരു പെട്ടെന്നാണ് ഒരു സാധനം, ഒരു പൊട്ടി തെറിക്കുന്ന സാധനം പൊട്ടി. എൻ്റെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ പതിയും പോയിരിക്കുകയാണ്. അപ്പോഴാണ് നൂടി തരാമെന്നുള്ള നൂടിയുടെ വീട്ടിൽ കറണ്ട് പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒരു കഴിഞ്ഞു. അപ്പോൾ നൂടി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ. ഇവിടുത്തെ കുറേ മരങ്ങൾ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. ദാ സൂര്യൻ അങ്ങ് ദൂരത്ത് നിന്ന് ഉദിച്ച് വരുന്നുണ്ട്. ദാ അവിടെ നിന്ന് അങ്ങനെ ഉദിച്ച് അയ്യോ പൊളി. അവിടുന്ന് ചന്ദ്രൻ അസ്തമിക്കുന്നത് കൊണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട്. വാവ്, നൈസ് വ്യൂ. ഇവിടെ നമ്മുടെ സൂര്യൻ ഉദിച്ചപ്പോൾ ഇവിടെ നമ്മുടെ നൂടി ഉദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബോട്ട് എടുക്കാം. ഇവിടെ ഒരു പൊട്ടൻ സാധനം. അമ്മേ, അയ്യോ ഞാൻ പിടിച്ചു. അപ്പൊ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? ജസ്റ്റ് മിസ്. എൻ്റെ സൈഡ് ഹെൽത്ത് ബാറിലേക്കൊന്ന് നോക്കിക്കേ. എൻ്റെ പൊന്നൊപ്പ തീർന്നേനെ. എവിടെ? അയ്യോ അങ്ങ് ദൂരെയല്ലേ? ഞാൻ കാണുന്നുണ്ട്. എവിടെ? ഇനി കണ്ടില്ലേ വേണ്ട നൂടി. ഇനത് കയറാൻ പറ്റുമോ? കയറിയോ? കയറിയില്ലേ? ഞാൻ കണ്ടായിരുന്നു നേരത്തെ അവിടെ നിന്ന് താളം കളിക്കുന്നത്. ഞാൻ മര്യാദ ബോട്ട് ഓടിക്കുമ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് അല്ലേ? പെട്ടെന്ന് എവിടെ ഇറങ്ങിയിട്ട് ആ ബോട്ട് എടുത്തതാ അത് എക്സ്പ്ലോർ ചെയ്യാം. ഹോയ്, ഒരു ഐലൻഡ് കണ്ടുപിടിക്കുന്നവരെ സ്കിപ്പ്. ഗൈസ് ഒരു അസാധ്യ കോമഡി. പോയി തന്നെ അന്റാർട്ടിക്ക എത്തി. നോക്ക്, ഏതാ നമ്മളോടാ നല്ല അന്റാർട്ടിക്ക എത്തി. ഗൈസ് ഞാൻ കാണുന്നത് ശരിയാണെങ്കിൽ അന്റാർട്ടിക്കയിൽ മണലും ഉണ്ടാവും. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ കണ്ടിരിക്കുന്നു നമ്മുടെ ഐലൻഡ്. അടയാളപ്പെടുത്തുന്ന കാലമേ. അമ്മേ, ഞാൻ ഇത് പൊട്ടി ഉള്ളിൽ കയറി. ഇതിനുള്ളിൽ ഇപ്പൊ ശരി. എവിടെ എവിടെ? ആ വണ്ടിന്ന് ഇറങ്ങി വേണ്ട. എവിടെ നീ? അങ്ങനെ കഷ്ടപ്പെട്ട് ഒടുവിൽ അന്റാർട്ടിക്കയും കഴിഞ്ഞ് ആർട്ടിക്കും കഴിഞ്ഞ് ഒടുവിൽ സ്ഥലത്തെത്തി. എൻ്റെ പൊന്നാളിയോ, എന്താണിത്? വാവ്, സെറ്റ് വൈബ് സ്ഥലം. ഇനി നമുക്ക് നല്ലൊരു പറ്റിയ സ്ഥലം വേണം വീട് വെക്കാൻ. ഗൈസ് അവിടെ ഒരു സ്ഥലം ഞാൻ കാണുന്നുണ്ട്. നീ അവിടെ വാ എൻ്റെ കൂടെ ബോട്ടൊക്കെ പോട്ടെ. അയ്യോ അങ്ങനെ ഒടുവിൽ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ആടുണ്ട്. അതെൻ്റെ നിക്കടാ അവിടെ പന്നിയില്ലല്ലോ, ആടല്ലേ? നീ എവിടെ വന്ന മരഭൂതമേ? ഞൂടിപ്പോ ഇനി ഞാൻ ആദ്യം തൊട്ട് വരണ്ടടാ മണ്ട. ഞാൻ ഈ ഐലൻഡിലാ കോപ്പ് ഞൂടി. നീ വാ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ദിസ് ഈസ് യുവർ പ്രൊഫസർ തവള സൈനിങ് ഓഫ്.